ഒമാനിൽ പോയിട്ടുള്ള ഫസ്റ്റ് ഡേ ആണ് കേട്ടോ ഇത്. അത്യാവശ്യം കുറേ സ്ഥലങ്ങൾ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം കവർ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. 3 ദിവസമായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു കേട്ടോ. ഇന്നലെ ഞങ്ങൾ ആക്ച്വലി സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. പക്ഷേ ഞങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ ഞങ്ങൾ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന വാദിയിലാണ്. പക്ഷേ ഈ ഒരു ടൈമിൽ അവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ വാദികളൊന്നും കവർ ചെയ്യുന്നില്ല എന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഗൂഗിൾ റിവ്യൂസ് ഒക്കെ നോക്കിയപ്പോഴും അതേപോലെ യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴും നല്ല റിവ്യൂ ഉള്ള ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ ഇന്ന് നമ്മൾ പോണത്. ഇതൊരു വാട്ടർഫോൾസ് ആണ്. വാട്ടർഫോൾസിൻ്റെ നെയിം വന്നിട്ട് എയിൻ ഓട്ടം വാട്ടർഫോൾസ് എന്നാണ് കേട്ടോ. ഇവിടെ മസ്റ്റായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ഈവൻ ദോ വെള്ളം ഇല്ലെങ്കിലും കാണാനായിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്ഥലം മസ്റ്റായിട്ട് നിങ്ങൾ ഏത് സീസണിൽ വന്നാലും വിസിറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇവിടേക്ക് വരുമ്പോഴത്തേക്കും കുറച്ചൊരു ഓഫ് റോഡിങ് പോലെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 4x4 കാറാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ ഇവിടേക്ക് വരാനായിട്ട്. എനിക്കറിയില്ല മറ്റേ കാർ ഇവിടേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത്. കാരണം ഭയങ്കര കല്ലൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം വണ്ടി കുറച്ചിങ്ങനെ പാളി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അവിടുന്ന് നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് അബാൻഡൻ ഷിപ്പ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവിടേക്കുള്ള റൂട്ടും കാര്യങ്ങളും ഞങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അത്ര അറിയുന്നുണ്ടായിരുന്നില്ല. ഇതും ഒരു ഓഫ് റോഡിങ് വഴിയാണ്. അപ്പം നിങ്ങൾ 4x4 തന്നെ വരണം കേട്ടോ. ഇവിടേക്കും പ്രത്യേകിച്ച് നിങ്ങൾ 4x4 തന്നെ വരണം. അല്ലെങ്കിൽ വണ്ടി കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അബാൻഡൻ ഷിപ്പ് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ അടുത്ത് വരെ എത്തി. പക്ഷെ ഞങ്ങൾക്ക് എങ്ങനെ നോക്കിയിട്ടും അബാൻഡൻ ഷിപ്പിൻ്റെ വഴി ഞങ്ങൾക്ക് ഒട്ടും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു പ്ലാൻ അവിടുന്ന് ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചിറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ നെക്സ്റ്റ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ. കോക്കനട്ട് മാർക്കറ്റ് എന്ന് പറയും. ഇതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മളെ സലാല സീരീസിൽ. ഇതൊരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മളെ നാട്ടിലെത്തിയൊരു ഫീലൊക്കെ കിട്ടും കേട്ടോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ പോകണമെന്ന് തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് കിട്ടുന്ന ഇളനീ, നമ്മളെ ടെൻഡർ കോക്കനട്ട് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നമ്മൾ നാട്ടിലത്തെ ഇളനീ പോലെ തന്നെ ഉണ്ടായിരുന്നു. നല്ല മധുരമൊക്കെ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ടെൻഡർ കോക്കനറ്റൊക്കെ കുടിച്ചിട്ട് നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ഈ ഫാമൊക്കെ നമുക്ക് കാണാൻ വേണ്ടി അവർ പെർമിഷൻ തരും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ കണ്ടിട്ടാണ് ഇന്നത്തെ ദിവസം അവസാനിപ്പിക്കുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ